Download now. CC Learning app. ഹായ്, വെൽക്കം ടു CC പ്ലസ്. നമുക്കിന്ന് പുതിയൊരു കാര്യം പഠിക്കാം. ഉപന്യാസം എങ്ങനെ വളരെ കൃത്യമായി നന്നായി എഴുതാം. ഉപന്യാസം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലേ, പക്ഷെ കറക്റ്റ് ഒരു ഫോർമാറ്റ് ആർക്കും തന്നെ അറിയില്ലായിരിക്കും. എന്തൊക്കെയൊക്കെയോ എഴുതി വെക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിനൊന്നും മാർക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. ഒരു 10ാം ക്ലാസ് വരെ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഉപന്യാസം. അത് മാർക്ക് കൂടുതലാണല്ലേ, ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എങ്ങനെ എഴുതണ്ടേ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളപ്പോ ആ ഒരു ഉപന്യാസം എന്ന് പറയുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആദ്യം തന്നെ നോക്കാം. വിഷയത്തെ നന്നായി മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയേക്കുന്ന വിഷയം എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ശരിയായ ധാരണ നമുക്ക് വേണം. ചിലപ്പോൾ പരിസ്ഥിതി മലിനീകരണമായിരിക്കും, അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗമായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉപയോഗമായിരിക്കും, ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും. പല വിഷയങ്ങളും നമുക്ക് തരും. അപ്പൊ ആ ഒരു വിഷയത്തെ കുറിച്ചിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം, ധാരണ ഉണ്ടായിരിക്കണം. എന്തിനെ കുറിച്ചാണ് എഴുതേണ്ടത് എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. വിഷയത്തിന് പുറത്തേക്ക് പോകാതിരിക്കുക. നമ്മൾ എഴുതാൻ പോകുന്ന വിഷയത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി എഴുതേണ്ട ആവശ്യമുള്ളൂ. അതിൽ കവിഞ്ഞ് കുറേ വാരി വലിച്ച് എഴുതേണ്ട ആവശ്യമില്ല. നല്ല ഒരു അവതാരിക എഴുതുക. 2-3 വാക്യങ്ങളിൽ വിഷയത്തെ പരിചയപ്പെടുത്തണം. വായനക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ തുടങ്ങുക. അപ്പോ 2-3 വാക്യങ്ങളിൽ വിഷയത്തെ പരിചയപ്പെടുത്തണം നമ്മൾ. അതുപോലെ തന്നെ വായനക്കാരന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലായിരിക്കണം തുടങ്ങേണ്ടത്. എപ്പോഴും തുടക്കവും അവസാനവും വളരെ കൃത്യമായിട്ട് വൃത്തിയോടെ മനോഹരമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ഒരു തുടക്കത്തിൽ വായിക്കുമ്പോൾ തന്നെ ആ എഴുതിയേക്കുന്നതിന്റെ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആയിട്ടുള്ള ഫോമിലാണ് എഴുതിയേക്കുന്നത്. സെന്റൻസസ് ഉപയോഗിച്ചേക്കുന്ന വേർഡ്സ് ആയിക്കോട്ടെ, അത് സെന്റൻസിലേക്ക് ആക്കുമ്പോൾ അതിൻ്റെതായ മീനിങ്, അതുപോലെ തന്നെ അക്ഷരത്തെറ്റ്, ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് എഴുതുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ കിട്ടുവാണ്. കൂടാതെ പാരഗ്രാഫ് ഒക്കെ തിരിച്ച് എഴുതാനും ശ്രദ്ധിക്കണം. ഉള്ളടക്കം ക്രമബന്ധമായി അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ആശയവും വേറിട്ട പാരഗ്രാഫുകളിൽ എഴുതുക. കാരണങ്ങൾ, പ്രാധാന്യം, ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവ വ്യക്തമാക്കണം. നിങ്ങൾക്ക് ആർക്കും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരിക്കും, ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ എന്താണ് പ്രാധാന്യം, ഗുണം, ദോഷം ഇവയെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തേക്കണം. ഫസ്റ്റ് പാരഗ്രാഫിൽ ആദ്യത്തെ ഖണ്ഡികയിൽ നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് വേണം എഴുതാനായിട്ട്. നമുക്ക് കിട്ടിയേക്കുന്നത് എന്താണോ ആ ടോപ്പിക്കിനെ നമ്മൾ വിവരിക്കണം. കൂടാതെ അതിന്റെ പ്രാധാന്യം എഴുതണം. ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ്? ഇപ്പൊ പരിസ്ഥിതി മലിനീകരണമാണെങ്കിൽ പരിസ്ഥിതി മലിനീകരണം എത്രത്തോളം ജീവജാലങ്ങളെയും മനുഷ്യരെയും അതുകൂടാതെ പരിസ്ഥിതിയെയും ബാധിക്കുന്നു എന്നുള്ളത് വളരെ ശരിയായ രീതിയിൽ, വളരെ വ്യക്തമായ രീതിയിൽ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കണം, പ്രാധാന്യം കൊടുക്കണം. അതിനുശേഷം അതിന്റെ ഗുണങ്ങള്, ദോഷങ്ങള്. പരിസ്ഥിതി മലിനീകരണത്തിന് നമുക്ക് എപ്പോഴും മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതാൻ പറ്റൂലേ, അത് 2 പാരഗ്രാഫ് ആയിട്ട് വേണം എഴുതാനായിട്ട്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ ഓൾറെഡി ടോപ്പിക് മെൻഷൻ ചെയ്ത് അതിന്റെ പ്രാധാന്യം പറഞ്ഞതിന് ശേഷം സെക്കൻഡ് പാരഗ്രാഫിലേക്ക് ഗുണങ്ങൾ പോണം. 3rd പാരഗ്രാഫിലേക്ക് എത്തുമ്പോൾ ദോഷങ്ങൾ പോണം. 4th പാരഗ്രാഫിൽ വരേണ്ടതാണ് എന്ത്, മെസ്സേജ്. നമ്മളൊരു മെസ്സേജ് കൊടുക്കണം. നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ കാണാറില്ലേ, മരങ്ങൾ നമ്മുടെ സമ്പത്താണ്, നട്ടുപിടിപ്പിക്കുക, പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റർ എഴുതൂലേ, അതുപോലൊരു സന്ദേശം, ഒരു മെസ്സേജ് ഉപന്യാസത്തിന്റെ ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിൽ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ ലഹരിയുടെ ആണെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ, സോഷ്യൽ മീഡിയയുടെ കൂടുതലായിട്ടുള്ള കുട്ടികളുടെ ഉപയോഗമാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ എന്ത് കൊടുക്കും, കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കളും ടീച്ചേഴ്സും ഒരേപോലെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം, കുട്ടികൾ അതിൽ നിന്ന് തിരുത്തണം. അവർ നാളത്തെ വാഗ്ദാനമാണ്. അപ്പൊ അവരെ മുന്നോട്ടേക്ക് കൊണ്ടുവരേണ്ടത്, അവരുടെ ശീലങ്ങൾ നോക്കേണ്ടത് ആരാണ്, ആദ്യം തന്നെ നമ്മളാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ എല്ലാ ടോപ്പിക്കിനും ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടായിരിക്കും. പരിസ്ഥിതി മലിനീകരണം ആയിക്കോട്ടെ, പ്ലാസ്റ്റിക്കിന്റെ ദുരുപയോഗമായിക്കോട്ടെ, സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ലഹരി ആയിക്കോട്ടെ, എല്ലാത്തിനും സന്ദേശം ഉണ്ടായിരിക്കും. ഒരു മെസ്സേജ്, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ് കൊടുത്തിട്ടേ ലാസ്റ്റ് പാരഗ്രാഫ് തീർക്കാമുള്ളൂ. അങ്ങനെയാണ് 4 പാരഗ്രാഫ് വരുന്നത്. എല്ലാ ഉപന്യാസത്തിനും 4 പാരഗ്രാഫ് വേണം. അപ്പൊ ഈ ഒരു സ്ട്രക്ചറിൽ വേണം എഴുതാനായിട്ട്. അപ്പൊ കാരണങ്ങൾ, പ്രാധാന്യം, ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിവ വ്യക്തമാക്കാം. നെക്സ്റ്റ്, ലളിതവും ശരിയായ ഭാഷയും ഉപയോഗിക്കുക. ലളിതമായിരിക്കണം, ശരിയായ ഭാഷ ഉപയോഗിക്കണം. ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഒഴിവാക്കുക. അക്ഷര പിശകുകൾ ശ്രദ്ധിക്കുക. ഉദാഹരണങ്ങൾ ചേർക്കണം. നമ്മളിപ്പോ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് ഒക്കെ
എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ചേർക്കും. ഇപ്പൊ നമ്മള് ലഹരി മരുന്നിന്റെ ഉപയോഗം അല്ലെങ്കിൽ ലഹരി കുട്ടികളുടെ ഇടയിൽ പടർന്നു പിടിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുട്ടികളെ ഏത് രീതിയിൽ അതിൽ നിന്ന് തിരിച്ചുവിടാം, നമുക്ക് എങ്ങനെ കുട്ടികളെ കൊണ്ടുവരാം, അതാണ് അവിടുത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾ ആലോചിക്കും ചിലപ്പോ എല്ലാ വിഷയങ്ങൾക്കും പോസിറ്റീവും നെഗറ്റീവും ഇല്ലല്ലോ എന്ന് ചിന്തിക്കും. ഇപ്പൊ മൊബൈൽ ഫോണിന്റെ ആണ്, നിങ്ങൾക്ക് മൊബൈൽ ഫോണിന്റെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണ്, ദോഷങ്ങൾ എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് എഴുതാൻ കിട്ടും. പക്ഷെ ലഹരി മരുന്നിലേക്ക് വരുമ്പോൾ ലഹരി മരുന്നിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ ഗുണം എന്നുള്ളിടത്ത് നമ്മൾ എഴുതേണ്ടത് എന്താണ്? ആദ്യം അതിന്റെ ദോഷങ്ങൾ മെൻഷൻ ചെയ്തതിന് ശേഷം ഗുണങ്ങൾ എന്നുള്ളിടത്ത് എഴുതേണ്ടത് ആ ഒരു ലഹരി മരുന്നിൽ നിന്ന് കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കാം, എങ്ങനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാം എന്നതാണ് നിങ്ങൾ ഗുണം എന്നുള്ളതിലേക്ക് എഴുതി ചേർക്കേണ്ടത്. അപ്പൊ ചില ടോപ്പിക്സ് കാണുമ്പോൾ ദോഷം മാത്രമാണല്ലോ ഉള്ളൂ, ഗുണമില്ലല്ലോ, പോസിറ്റീവ് സൈഡ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് പോസിറ്റീവ് സൈഡായിട്ട് പോസിറ്റീവ് എഴുതേണ്ട പാരഗ്രാഫിൽ നമ്മൾ എന്ത് എഴുതും നിങ്ങൾ ചിന്തിച്ചിരിക്കരുത് കേട്ടോ. ഇതുപോലെയാണ് ഓരോ ടോപ്പിക്കിനും അനുസരിച്ച് വേണം എഴുതാനായിട്ട്. നെക്സ്റ്റ്, നല്ല ഒരു സമാപനം നൽകുക. കൺക്ലൂഷൻ എപ്പോഴും ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ മെസ്സേജ് ആയിരിക്കണം കേട്ടോ. വിഷയത്തിന്റെ പ്രധാന ആശയം ചുരുക്കി പറയുക, നല്ലൊരു സന്ദേശത്തോടെ അവസാനിപ്പിക്കുക, വൃത്തിയായി എഴുതുക, തലക്കെട്ട് നൽകണം, ശരിയായി പാരഗ്രാഫ് ഇടവിട്ട് എഴുതണം. എപ്പോഴും ഉപന്യാസം എന്നൊരു നല്ലൊരു പാരഗ്രാഫ്, നമ്മൾക്ക് ഉപന്യാസം ആയിക്കോട്ടെ, ആസ്വാദനം ആയിക്കോട്ടെ, കത്തായിക്കോട്ടെ, ഡയറി ആയിക്കോട്ടെ, ആ ഒരു തലക്കെട്ട് തന്നെ നമ്മൾ ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചാണെങ്കിൽ ആ ടോപ്പിക്ക് ഒരു സെക്കൻഡ് ഹെഡ്ലൈൻ ആയിട്ട് കൊടുത്തിട്ട് സബ് ടൈറ്റിൽ ആയിട്ട് കൊടുത്തിട്ട് എഴുതി തുടങ്ങാം. അപ്പൊ അങ്ങനെ ഹെഡ്ലൈൻ കൊടുക്കണം. അപ്പൊ ഒക്കെ നമുക്ക് എന്താണ് സ്ട്രക്ചറിൽ ഒരു നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് 2 മാതൃകകളുണ്ട്. അപ്പൊ നിങ്ങൾ ഈ മാതൃക കാണുന്നതിന് മുന്നേ മനസ്സിലാക്കുക എന്താണ് 4 പാരഗ്രാഫ് നമുക്ക് വേണം. കൂടാതെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്ത് വേണം എഴുതാനായിട്ട്? ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾക്ക് എന്ത് ടോപ്പിക് ആണോ, വിഷയം എന്താണോ, ആ വിഷയമാണ് എഴുതേണ്ടത്. ആ വിഷയം, അതിന്റെ പ്രാധാന്യം എന്നിവ നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ എഴുതണം. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോ ഗുണം, തേർഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോ ദോഷവും എഴുതി, 4 പാരഗ്രാഫിലേക്ക് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോ മെസ്സേജ്, നമ്മളുടേതായ ഒരു സന്ദേശം കൊടുക്കണം. സന്ദേശവും കൊടുത്ത് നമ്മൾ 4 പാരഗ്രാഫും നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് എഴുതി അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ചില ടോപ്പിക്കിന് ഗുണങ്ങള് ഉണ്ടാവില്ല, ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിന് ദോഷങ്ങളേ ഉള്ളൂ, ലഹരി ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ഗുണമുണ്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. അവിടെ പോസിറ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്ത പാരഗ്രാഫിൽ എഴുതേണ്ടത്. ആ ഒരു നല്ലതല്ലാത്ത ശീലത്തെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, നെഗറ്റീവ് ആയ ഒന്നിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം. അപ്പൊ ഒന്നാമത്തെ പാരഗ്രാഫിൽ നെഗറ്റീവും സെക്കൻഡ് പാരഗ്രാഫിൽ പോസിറ്റീവുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അതല്ല ഗുണവുമുണ്ട് ദോഷവുമുണ്ട്, ആ രീതിയിലുള്ള ടോപ്പിക്സ് ആണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫില് ഗുണവും സെക്കൻഡ് പാരഗ്രാഫില് ദോഷവും എഴുതാവുന്നതാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓരോ ടോപ്പിക്കും മനസ്സിലാക്കി നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. 2 മാതൃകകൾ നമുക്ക് നോക്കാം. പരിസ്ഥിതി സംരക്ഷണമാണ് മാതൃക 1 എന്ന് പറയുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയേ, ടോപ്പിക്കാണ് അവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. പരിസ്ഥിതി എന്നത് നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന പ്രകൃതിയാണ്. വായു, വെള്ളം, മണ്ണ്, മരങ്ങൾ, മൃഗങ്ങൾ എന്നിവയെല്ലാം പരിസ്ഥിതിയുടെ ഭാഗങ്ങളാണ്. മനുഷ്യന്റെ ജീവിതം പരിസ്ഥിതിയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പരിസ്ഥിതി മലിനീകരണം വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നു. ഇപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ആ ടോപ്പിക്ക് മെൻഷൻ ചെയ്ത ടോപ്പിക്കിന്റെ പ്രാധാന്യമാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ. സെക്കൻഡ് പാരഗ്രാഫ് പ്ലാസ്റ്റിക് ഉപയോഗം, വനനശീകരണം, മാലിന്യങ്ങൾ അനിയന്ത്രിതമായി തള്ളുന്നത് തുടങ്ങിയവ പ്രകൃതിയെ നശിപ്പിക്കുന്നു. ഇതിന്റെ ഫലമായി കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ പ്രശ്നങ്ങളും വർദ്ധിക്കുന്നു. അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അതിന്റെ നെഗറ്റീവ് സൈഡ്സ് പറയുവാണ്. ആ ഒരു പ്ലാസ്റ്റിക് എന്തൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതിക്ക് ദോഷകരമായിട്ട് വരാൻ കാരണമാകുന്ന, ആ പ്ലാസ്റ്റിക്കിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് സെക്കൻഡ് പാരഗ്രാഫിൽ കൊടുത്തേക്കുവാണ്. തേർഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നോക്കിയേ, പരിസ്ഥിതി സംരക്ഷണം ഓരോ പൗരന്റെയും കടമയാണ്. വൃക്ഷത്തൈകൾ നട്ട് പരിപാലിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലം സംരക്ഷിക്കുക എന്നിവയിലൂടെ നാം പ്രകൃതിയെ സംരക്ഷിക്കുകയാണ്. ശുചിത്വം പാലിക്കുന്നതും വളരെ പ്രധാനമാണ്. അപ്പോ തേർഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ
അതിന്റെ നെഗറ്റീവ് സൈഡ് ഫുള്ള് പറഞ്ഞതിന് ശേഷം അതെങ്ങനെ പോസിറ്റീവിലേക്ക് ആക്കാം എന്നാണ് പറഞ്ഞേക്കണേ അല്ലെ. ആ പരിസ്ഥിതി പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആവാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഗുണം ദോഷം എന്ന് പറഞ്ഞതുപോലെ ഈ ടോപ്പിക് ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഓരോ ടോപ്പിക്കും അതിൻ്റെതായ രീതിയിൽ എഴുതണം. അപ്പൊ ഇവിടെ നെഗറ്റീവ് പറഞ്ഞിട്ട് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്ന് 3rd പാരഗ്രാഫിൽ പറഞ്ഞ് 4th പാരഗ്രാഫിലേക്ക് ഒന്നുമ്പോ മെസ്സേജ് ആണ്. ഭാവി തലമുറയ്ക്ക് നല്ലൊരു ലോകം നൽകണമെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ്. അതിനാൽ പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അതൊരു മെസ്സേജ് ആണ് അല്ലെ. ലാസ്റ്റ് പാരഗ്രാഫ് മെസ്സേജ്. അപ്പൊ ഇത്തരം കാര്യം മനസ്സിലാക്കി നോക്കിയാൽ ഫസ്റ്റ് പാരഗ്രാഫിൽ എപ്പോഴും ടോപ്പിക് മെൻഷൻ ചെയ്ത് പ്രാധാന്യം പറഞ്ഞ്, നെഗറ്റീവ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് സൈഡ് പറഞ്ഞ്, 2nd പാരഗ്രാഫ് 3rd പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എങ്ങനെ പോസിറ്റീവ് ആക്കാമെന്ന് പറഞ്ഞ്, ലാസ്റ്റ് പാരഗ്രാഫ് മെസ്സേജ് ആണ്. ഇനി ഗുണവും ദോഷവും ഒരുപോലെയുള്ള വിഷയമാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നതെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഇതുപോലെ തന്നെ ടോപ്പിക് മെൻഷൻ ചെയ്ത് പ്രാധാന്യം പറഞ്ഞ് 2nd പാരഗ്രാഫിൽ ഗുണവും 3rd പാരഗ്രാഫിൽ അതിന്റെ ദോഷവും പറഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ മെസ്സേജിൽ അവസാനിപ്പിക്കണം. എപ്പോഴും ആലോചിക്കുക, 4 പാരഗ്രാഫ് വേണം, ഹെഡ്ലൈനും വേണം. കറക്റ്റ് ആ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കി ഓരോ പാരഗ്രാഫിലും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് വേണം ഉപന്യാസം എഴുതാനായിട്ട്. നെക്സ്റ്റ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് മാതൃക 2 എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിദ്യാഭ്യാസം മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അറിവ് നേടാനും നല്ലൊരു വ്യക്തിത്വം വളർത്താനും വിദ്യാഭ്യാസം സഹായിക്കുന്നു. വിദ്യാഭ്യാസം ഉള്ളവൻ സമൂഹത്തിൽ ബഹുമാനം നേടുകയും ഉത്തരവാദിത്തത്തോടെ ജീവിക്കുകയും ചെയ്യും. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ എടുത്തേക്കുന്ന വിഷയം എന്ന് മെൻഷൻ ചെയ്തതിന്റെ പ്രാധാന്യം പറഞ്ഞ് ഫസ്റ്റ് പാരഗ്രാഫ് തീർത്തു. വിദ്യാഭ്യാസം മനുഷ്യരെ ശരിയും തെറ്റും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നു. അത് ആത്മവിശ്വാസം വളർത്തുകയും ഭാവി ജീവിതത്തിനുള്ള അടിത്തറ ഒരുക്കുകയും ചെയ്യുന്നു. ഒരു രാജ്യത്തിന്റെ പുരോഗതിക്കും വിദ്യാഭ്യാസം അനിവാര്യമാണ്. വിദ്യാഭ്യാസമുള്ള പൗരന്മാർ രാജ്യത്തെ മുന്നോട്ട് നയിക്കും. അതുപോലെ അതിന്റെ ഗുണങ്ങളെല്ലാം പറഞ്ഞ് 2nd പാരഗ്രാഫ് തീർത്തതിനു ശേഷം 3rd പാരഗ്രാഫ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് അവകാശമാണ്. ഈ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാം. വിദ്യാഭ്യാസത്തിൽ ഇത്രയൊക്കെ പ്രാധാന്യമുണ്ട്, ഇതുപോലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ഗുണം ഇനി എങ്ങനെ നടപ്പിലാക്കാം, അതാണ് 3rd പാരഗ്രാഫ്. എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ലഭിക്കേണ്ടത് അവകാശമാണ്. ബാലവേല പോലുള്ള ദോഷകരമായ പ്രവണതകൾ ഇല്ലാതാക്കി കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണം. ഈ കുട്ടികളിലേക്ക് വിദ്യാഭ്യാസം എങ്ങനെ പോസിറ്റീവ് കൊണ്ടുവരുന്നു, അതിനു വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടികളെ വിദ്യാഭ്യാസം നേടാൻ അനുവദിക്കണം അല്ലെ. 3rd പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. മാതാപിതാക്കളും അധ്യാപകരും സമൂഹവും ചേർന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. 3rd പാരഗ്രാഫും തീർന്നു. ലാസ്റ്റ് പാരഗ്രാഫ് മെസ്സേജ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതിനാൽ വിദ്യാഭ്യാസം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രകാശം പകരുന്ന ദീപമാണ്. നല്ലൊരു ഭാവി സ്വപ്നം കാണുന്നവർ വിദ്യാഭ്യാസത്തെ വിലമതിക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? നല്ലൊരു ഭാവി സ്വപ്നം കാണുന്നവർ വിദ്യാഭ്യാസത്തെ വിലമതിക്കണം. വിദ്യാഭ്യാസം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ പ്രകാശം പകരുന്നു. നല്ലൊരു ഭാവി സ്വപ്നം കാണുന്നവർക്കെല്ലാം വിദ്യാഭ്യാസം വിലമതിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് നൽകിക്കൊണ്ട് നമ്മളുടെ ഈ ഒരു ഉപന്യാസം തീരുകയാണ്. അപ്പൊ നിങ്ങൾ ഉപന്യാസം എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഇതേപോലെ വേണം എഴുതാനായിട്ട്. കറക്റ്റ് സ്ട്രക്ചറിൽ വേണം ഉപന്യാസം പോകാനായിട്ട്. എപ്പോഴും ഈ ഒരു പാറ്റേൺ നോക്കി മനസ്സിലാക്കി എഴുതണം. ആവശ്യമില്ലാത്തത് എഴുതാതെ. ഓക്കെ, ആവശ്യമില്ലാതെ കുറെ വലിച്ചു വാരി എഴുതിയിട്ട് കാര്യമില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക. ഓരോ പാരഗ്രാഫിലേക്കും ഇന്നതാണ് ആവശ്യം എന്ന് മനസ്സിലാക്കുക. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മുടെ കളരി ട്യൂഷൻ ക്ലാസ് മലയാളം ലാംഗ്വേജിന് വേണ്ടിയിട്ട് കുട്ടികൾ മലയാളം എന്ന് പറയുന്നത് ഇപ്പൊ കുറെ കുട്ടികൾക്ക് വളരെ പ്രയാസകരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കുട്ടികൾക്ക് എഴുതുന്നതിലെ മിസ്റ്റേക്സ്, അക്ഷര തെറ്റുകൾ, വായിക്കാൻ അറിയാതെ വരിക, എഴുതാൻ അറിയാതെ വരിക, ബേസിക് കിട്ടാത്തതിന്റെ പ്രശ്നം കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു അവധിക്കാലം, ഈ ഒരു വെക്കേഷൻ ടൈം ആ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റാവുന്നതാണ്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് 1-to-1 ട്യൂഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിലാണ് കളരി ട്യൂഷൻ പോകുന്നത്. ഇവിടെ ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വൽ ആയി കണ്ടുകൊണ്ട് ടീച്ചർ ആ കുട്ടിയുടെ ലെവലിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ബേസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കുട്ടിയെ നല്ല രീതിയിൽ എഴുതാനും വായിക്കാനും എത്തിപ്പിക്കുകയാണ്. ഓരോ ക്ലാസ്സിലേക്കും അവന് ഏതൊരു ലാംഗ്വേജിന്റെ ലെവൽ എത്തണം. ഇപ്പൊ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ 4ാം ക്ലാസ്സിലെ ലെവൽ ഉണ്ടാവണം എന്നില്ല ലാംഗ്വേജിന്. ആ കുട്ടി ചിലപ്പോൾ 1ാം ക്ലാസ്സിലെ ലെവലിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ ആ കുട്ടിയെ 4ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ആ ഒരു LP സെക്ഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ UP സെക്ഷൻ ലെവലിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ
കുട്ടികളെ 1-to-1 ട്യൂഷനിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളെ കോൺടാക്ട് ചെയ്യുക. 9496949929 എന്ന നമ്പറിലേക്ക് വിളിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുക. അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഉപന്യാസം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതാണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. താങ്ക്